വില്ലേജ് കുക്കിംഗ് വൈബിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും സ്വാഗതമല്ല, ഒരൊന്നൊന്നര സ്വാഗതം. ഇന്ന് തകർക്കും നമ്മൾ എന്താണ് ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ ലാലേട്ടനോട് തന്നെ ചോദിച്ചു. സ്പെഷ്യൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേട്ടല്ലോ. അപ്പോൾ മോഹൻലാൽ എന്ന അതുല്യ നടൻ ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ കറി, നമ്മൾ സ്പെഷ്യൽ ചിക്കൻ കറി ഇന്ന് അതേപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ലാലേട്ടനോട് ചോദിക്കുക അതിൽ എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത്. അതായത് അതിൽ അധികം മസാലകളൊന്നുമില്ല, എല്ലാം ചതച്ചാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, കടുക്, പെരുംജീരകം. കേട്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ലാലേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ തേങ്ങ ഇങ്ങനെ ചുട്ടത് ചതക്കണം. അപ്പോൾ നമുക്ക് ചതച്ച് തുടങ്ങാം. നമുക്ക് ചതച്ച് തുടങ്ങാം. ഉള്ളി, അപ്പോൾ നമ്മുടെ ചതച്ച ഉള്ളി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇഞ്ചി ചതക്കാനെടുക്കാം. ഇഞ്ചി ചതച്ചത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയിൽ ചതച്ചതിലേക്ക് തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ചതച്ചെടുക്കാം. നമ്മളിതിൽ മസാലകളൊന്നും കാര്യമായിട്ട് ഇടുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണില്ല എന്ന് ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒഴിക്കരുതെന്ന്. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കണില്ല. പച്ചമുളക് ചതച്ചത് റെഡിയായി. പച്ചമുളകും ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ, ഇതിൻ്റെ മെയിൻ സ്പെഷ്യൽ സാധനം ഈ തേങ്ങ ചുട്ടത് നമുക്ക് ചതച്ചെടുക്കാം. തേങ്ങ അത് ചതയ്ക്കാം. തേങ്ങ ചതച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം തേങ്ങ ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞ മാതിരി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടി ലാലേട്ടനോട് ചോദിച്ചു നോക്കാം. എണ്ണ ഒഴിച്ചു. ഞാനും ഒഴിച്ച്. വെളിച്ചെണ്ണ ഞാനും ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് കടുക് പൊട്ടിക്കാം. നമുക്ക് കടുകിട്ട് കൊടുക്കാം. ലാലേട്ടനും കടുകിട്ട്, ഞാനും കടുകിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഇടാം. ഇപ്പോൾ കടുക് പൊട്ടി. അപ്പോൾ ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിടാം. മുളക് പൊടി ആവശ്യത്തിന് മസാല, കുറച്ച് മസാല മാത്രമേ വേണ്ടിയുള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. മോഹൻലാൽ പറഞ്ഞല്ലോ, ലാലേട്ടൻ പറഞ്ഞല്ലോ, അവനവന് ഇഷ്ടമുള്ള അത്ര ഇതിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള, നമ്മളിവിടെ 1 കിലോ ചിക്കനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലാലേട്ടൻ 1/2 കിലോനായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ മസാലയുടെ നേരെ ഡബിൾ നമ്മൾ ഇടുന്നുണ്ട്. മസാല മുളക് പൊടി ഇട്ട്, നമ്മുടെ ഗരം മസാലയുടെ പൊടി, മഞ്ഞൾ, കുറച്ച് പെരുംജീരകം, പൊടി, ജീരകം, കുറച്ച് കുരുമുളക് പൊടി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മിളകിൻ്റെ ചതച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. മിളക് ചതച്ചത്, ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം. ഇതിൽ വെള്ളം ഒഴിക്കാനേ പാടില്ല. ഞാനൊരു 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മൾ 1 കിലോ ചിക്കനാണ്. ലാലേട്ടൻ കറി വെക്കുമ്പോൾ 1/2 കിലോ ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മസാലയുടെ ക്വാണ്ടിറ്റി കൂട്ടാട്ടോ. ഇതിൽ ഒരു തരി പോലും വെള്ളം നമ്മൾ ഒഴിക്കണില്ല. വെള്ളം ഒഴിക്കായിട്ട് നമ്മുടെ തേങ്ങ ചുട്ടെടുത്തതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം മൂടി വെക്കാം. വേവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടിപൊളി, നല്ല അടിപൊളി മണം. നമുക്ക് കുറച്ചുകൂടി മൂടി വെക്കാം.
തുറന്ന് നോക്കാം. ഉഷാറായിട്ട് ഇട്ടാ, നല്ല സ്മെല്ല് ഇട്ടാ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടി മൂടി വെക്കാം. സെറ്റ്. ഹൈവാ, അടിപൊളിയായിട്ടാ ലാലേട്ടൻ്റെ ചിക്കൻ കറി പോലെ വെള്ളം ഒഴിക്കായിട്ട് നമ്മൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട, ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. പ്ലേറ്റില്ല, ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വരുന്നവരൊക്കെ പ്ലേറ്റ് ആയിട്ടാണ് വരുന്നത്. പ്ലേറ്റ് എടുത്ത് പോയോ? ലാലേട്ടൻ്റെ അതേ ലെവലിലുള്ള ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നൗഫലെ? സൂപ്പറായിട്ടുണ്ട്. പ്രത്യേകം പറയണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. സ്പെഷ്യൽ ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ. ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അടിപൊളിയുണ്ട് അല്ലേ? സൂപ്പറായിട്ടുണ്ട്. ആ തേങ്ങയുടെ ഇതിൻ്റെ സ്പെഷ്യൽ പറഞ്ഞാൽ കനലിൽ നമ്മൾ വേവിച്ചെടുത്ത തേങ്ങ ചതച്ചിട്ടൊക്കെയാണ്, ചുട്ടത് നമ്മൾ ചതച്ചിട്ടൊക്കെയാണ്. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി പറഞ്ഞിട്ട് പോയി. താങ്ക് യു ലാലേട്ടാ. നമ്മൾ അങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നൗഫൽ പറഞ്ഞ പോലെ പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാം ലാലേട്ടൻ പറഞ്ഞ പോലെ ലാലേട്ടനൊരു ബിഗ് സല്യൂട്ട്.